മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് FCRI രജിസ്ട്രേഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ധനമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്ര സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിൽ മാറ്റം വരുത്തിയതിൽ പിന്നെ ആദ്യം അപേക്ഷിച്ചത് മഹാരാഷ്ട്ര സർക്കാരാണ്. അപേക്ഷിച്ചാൽ കേരളത്തിനും വിദേശ സഹായം സ്വീകരിക്കുന്നതിന് അനുമതി ലഭിക്കുമെന്ന് ജോർജ് കുര്യൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എല്ലാ സംസ്ഥാന സർക്കാരുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വിദേശ സഹായം സ്വീകരിക്കുന്നതിന് കാലാകാലങ്ങളായി കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ കേന്ദ്രം ഏത് പാർട്ടി ഭരിച്ചിരുന്നപ്പോഴും അനുമതി നൽകിയിരുന്നില്ല. 2018 കേരളം സമീപിക്കുന്നതിന് മുൻപും പിൻപും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നയപരമായ തീരുമാനത്തിൽ മാറ്റം വരുത്തിയതിൽ പിന്നെ ആദ്യം അപേക്ഷ നൽകിയത് മഹാരാഷ്ട്ര സർക്കാർ ആയതിനാലാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് FCRI രജിസ്ട്രേഷൻ നൽകിയതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അപേക്ഷിച്ചാൽ കേരളത്തിനും വിദേശ സഹായം സ്വീകരിക്കുന്നതിന് അനുമതി ലഭിക്കും. കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും എന്തുകൊണ്ടാണ് FCRI രജിസ്ട്രേഷൻ സംബന്ധിച്ച ആവശ്യം ഉന്നയിക്കാഞ്ഞതെന്ന് KN ബാലഗോപാൽ വ്യക്തമാക്കണമെന്ന് ജോർജ് കുര്യൻ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ധനമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും ജോർജ് കുര്യൻ കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.